ഹായ് ഓൾ, വെൽക്കം ടു റോട്ടോടോക്സ്. അപ്പോൾ ഇന്നലത്തെ ഗുജറാത്ത് ടൈറ്റൻസ് ആൻഡ് സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഗുജറാത്തിലാണ് അപ്പോൾ അഹമ്മദാബാദിലാണ് കളി നടന്നത്. ടോസ് നേടി സൺറൈസേഴ്സ് ബാറ്റിങ്ങിനെ ഗുജറാത്തിനെ അയക്കുന്നു. ഭയങ്കര അസാധ്യമായ പെർഫോമൻസ് ആണ് ഇന്നലെ സായി സുദർശനും അതേപോലെ ശുഭ്മാൻ ഗിൽസും നടത്തിയത്. അതൊന്നും പറയാനില്ല. കാരണം അത് ആ കളിയുടെ ആ പോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു 6 ഓവർ എത്തുമ്പോൾ 83 റൺസിലോട്ട് എത്തുക, അത് വളരെ വളരെ നോക്കി കളിക്കുക എന്ന് പറയില്ലേ. ഓരോ ഷോട്ടുകളും അളന്നു മുറിച്ച് അടിക്കുക ശുഭ്മാൻ ഗിൽസ്. ഇപ്പൊ സായി സുദർശൻ പോയാൽ തന്നെ വരുന്ന ബട്ട്ലർ എന്തുകൊണ്ട് രാജസ്ഥാൻ ബട്ട്ലറിനെ വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഓരോ കളികളും ബട്ട്ലർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബട്ട്ലർ ആയാലും 64 റൺസിനടുത്ത് ബട്ട്ലറും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ബാറ്റിങ്ങിൽ അവർ പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഒരു 224 റൺസ് എന്ന് പറഞ്ഞ ഒരു സ്കോറിലോട്ട് ഗുജറാത്തിന് എത്താൻ സാധിച്ചത്. അപ്പോൾ അതിൽ സൺറൈസേഴ്സിന്റെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ വളരെയധികം മോശമായിട്ടുള്ളൊരു ബോളിംഗ് ആയിരുന്നു ഇന്നലെ ഉണ്ടായത്. അതായത് ഷമ്മി ആണെങ്കിൽ പോലും ഒരു നല്ലൊരു സ്പെല്ലൊന്നും അറിയാൻ പറ്റില്ല. കാരണം 48 റൺസാണ് ഷമ്മി വിട്ടുകൊടുത്തത്. ജയദേവാണ് ഒന്നുകൂടി എക്കണോമിക്കലായിട്ട് അവരിൽ ബോൾ എറിഞ്ഞൊരു 3 വിക്കറ്റെങ്കിലും നേടാൻ പറ്റിയത്. അപ്പോൾ തിരിച്ച് സൺറൈസേഴ്സിന്റെ ബാറ്റിങ്ങിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ സ്ഥിരം ഓപ്പണിംഗ് കൂട്ടുകെട്ട് വന്നു. പക്ഷെ എന്നാൽ ട്രാവിസ് ഹെഡിനെ അതിനനുസരിച്ച് നീക്കാൻ പറ്റിയില്ല. അതിൽ ഒന്നുകൂടി പിടിച്ചു നിന്ന് ഒന്ന് പൊരുതി നോക്കിയത് അഭിഷേക് ശർമ്മ തന്നെയാണ്. ഒരു 70 മേലെ ചില്ലറ റൺസുകൾ എടുത്തത് അഭിഷേക് ശർമ്മയാണ്. അപ്പോൾ പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും ഇഷാൻ കിഷാൻ ആയാലും ഇപ്പോൾ മറ്റുന്ന ആൾക്കാർക്കൊന്നും അതിനടുത്ത് ഒന്ന് കൂട്ടുകെട്ട് പാർട്ണർഷിപ്പ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഇതിനോട് കൂടി ഏകദേശം സൺറൈസേഴ്സിനെ എലിമിനേറ്റ് സാധ്യതകൾ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. എലിമിനേറ്റ് ആയിട്ടില്ല. ഇനി മറ്റുള്ള ടീമുകളുടെ ജയപരാജയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും സൺറൈസേഴ്സിനെ ഇനി ചാൻസ് ഉള്ളത്. അതുപോലെ GT ഇപ്പോൾ 2ാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള മാച്ചുകൾ നമുക്ക് കാണാം, കാത്തിരിക്കാം. നമ്മളിപ്പോൾ ഒരു സമ്മാന പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രൈസ് ഉൾപ്പെടുത്തിയിട്ട് പ്ലേ ഓഫിൽ കയറുന്ന ആദ്യത്തെ 4 പേര് ഏതൊക്കെ ടീമാണെന്ന് പ്രവചിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സമ്മാനം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അത് മാത്രമല്ല, നമ്മുടെ ടീമിലോട്ട് ഉൾപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. റോട്ടോടോക്സിന്റെ ടീമിലോട്ട് ഉൾപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി ഇടും വേണം. താങ്ക് യു.